പറമ്പന്തള്ളി ശിവക്ഷേത്രം കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ഗുരുവായൂർ കാഞ്ഞാണി റോഡിൽ മുല്ലശ്ശേരിയിലാണ് പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവരാത്രിയും തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. 108 ശിവാലയങ്ങളിൽ 2 ശിവക്ഷേത്രങ്ങൾ മാത്രമേ ഏറുമാടത്തിൽ പ്രതിഷ്ഠയായുള്ളൂ. ഒന്ന് പെരുവന മഹാദേവ ക്ഷേത്രം, അടുത്തത് മഹാത്ഭുതമായ ഈ ശിവക്ഷേത്രം. ഇനി ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ശിലാലിഖിതങ്ങൾ അവിടെ തന്നെയുണ്ട്. പക്ഷേ അത് വായിക്കാൻ ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടില്ല. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നിരവധി പുരാവസ്തു ഗവേഷകർ എത്തി ശ്രമിച്ചു എങ്കിലും ഈ ലിഖിതങ്ങളിലെ ലിപി ഏതാണെന്ന് പോലും ആർക്കും അറിയില്ല. അത്രമേൽ പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചും എഴുതപ്പെട്ട ചരിത്രരേഖകൾ ഒന്നുമില്ലെങ്കിലും പഴയ തലമുറ പറഞ്ഞറിഞ്ഞ ഒരു മഹാത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രം. യുഗയുഗാന്തരം മുൻപുള്ള ഈ ക്ഷേത്രം ഭൂതഗണങ്ങൾ പണിതതാണ്. ഒരൊറ്റ രാത്രി നേരം വെളുത്തപ്പോൾ ആ പ്രദേശത്ത് ഈ ക്ഷേത്രമാണ് നാട്ടുകാർ കണ്ടത്. പുലർച്ചെ ഏകദേശം 3-3:30 മണിയോടെ കോഴി കൂവിയപ്പോൾ ഭൂതഗണങ്ങൾ പണിമതിയാക്കി അവിടെ നിന്ന് ഓടിപ്പോയത്രേ. ആ സമയത്ത് എത്ര പണി പൂർത്തിയായോ അത്ര തന്നെ അവസ്ഥയിലാണ് പിന്നീട് അങ്ങോട്ട് ആ ക്ഷേത്രം. ശാന്തരൂപിയായ ശ്രീ പരമേശ്വരനാണ് പ്രതിഷ്ഠ. ഇനിയാണ് ആദ്യം പറഞ്ഞ ആ അത്ഭുതം. 7 നിലകളിലായി പണിത ആ ക്ഷേത്രം ഇന്ന് 3 നിലകളിലായി മാത്രം അവശേഷിക്കുന്നു. ഏറ്റവും താഴത്തെ നില താനേ ഇരുന്ന് ഭൂമിക്കടിയിലേക്ക് മറഞ്ഞുപോയി. അതിനു മേലെയുള്ള 3 നിലകളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെ 2ാമത്തെ നിലയിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. ഏറ്റവും മുകളിലുള്ള 3 നിലകൾ പരശുരാമൻ മഴുവെറിഞ്ഞപ്പോൾ തെറിച്ചുപോയി. അങ്ങനെ 7 നിലകളിലായി ഭൂതഗണങ്ങൾ പണിതീർത്ത ക്ഷേത്രത്തിന്റെ 3 നിലകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇപ്പോൾ അവശേഷിക്കുന്ന 3 നിലകളിൽ ഏറ്റവും താഴത്തെ നിലയിൽ എന്താണുള്ളതെന്ന് ഇന്നും ആർക്കും അറിയില്ല. പണ്ടൊരു പൂജാരി ആ താഴത്തെ നിലയിൽ എന്താണെന്നറിയാൻ ഒരു സുഷിരത്തിലൂടെ നൂലിറക്കി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തിയാണ് നഷ്ടപ്പെട്ടത്. ഒരുപാട് സ്ഥലവിസ്തൃതിയുള്ള ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനു വെളിയിലായി ഒരു വിളക്കുമാടമുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ ഈ 2ാം നിലയിലുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമായി തെളിയിച്ച വിളക്കുകൾ വരെ കാണാൻ സാധിക്കും. ഇന്നും സമീപവാസികളും മറ്റും ആ വിളക്കുമാടത്തിന്റെ സമീപം നിന്നുകൊണ്ട് ദീപാരാധന തൊഴാറുണ്ട്. സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം 3 നിലകളായിരുന്നു. ഇന്ന് 1 നില മാത്രമാണ് അവശേഷിക്കുന്നത്. പഴനിമല മുരുകന്റെ ചൈതന്യമാണ് ഇവിടുത്തെ മുരുകന്. അതുകൊണ്ട് തന്നെ പഴനി പോകാൻ സാധിക്കാത്തവർക്ക് ഇവിടെ വന്ന് തൊഴുതാൽ അതേ അനുഗ്രഹവും സംതൃപ്തിയും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത വടക്കു ദർശനമായി പ്രതിഷ്ഠിച്ച ഗണപതിയാണ്. ഇവിടെ മാത്രമേ വടക്കു ദർശനമായി ഗണപതിയുടെ പ്രതിഷ്ഠയുള്ളൂ. ഭഗവതിയും നാഗങ്ങളും ബ്രഹ്മരക്ഷസുമാണ് മറ്റു ഉപദേവതകൾ.